നമസ്കാരം കൂട്ടുകാരെ. പഞ്ചതന്ത്രം കഥകളുടെ ഓഡിയോ ബുക്ക് ഭാഗം ഒന്നിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് വിഷ്ണു ശർമ്മ എന്ന പണ്ഡിതൻ രാജകുമാരന്മാർക്ക് രാജനീതിയും ബുദ്ധിയും പഠിപ്പിക്കാൻ പറഞ്ഞ കഥകളാണിവ. ഓരോ കഥകൾക്കും ഒരു നല്ല പാഠമുണ്ട്. കേട്ട് ആസ്വദിക്കാം. പ്രഥമ തന്ത്രം: മിത്രഭേദം. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത്. പണ്ട് വർദ്ധമാനകൻ എന്ന പേരുള്ള ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ദേശത്തെ മഹിളാരോപ്യം എന്ന നഗരത്തിലാണ് ജീവിച്ചിരുന്നത്. വിലമതിക്കാനാവാത്ത സ്വത്തിന്റെ ഉടമയായിരുന്നു വർദ്ധമാനകൻ. എങ്ങനെയും ധനമുണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. ഒരു നിമിഷം പോലും അലസനായി ഇരിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ധനം വെറുതെ കൂട്ടിവെക്കാനുള്ളതല്ല. കയ്യിലുള്ള ധനം ഉപയോഗിച്ച് കൂടുതൽ സമ്പാദിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനമെല്ലാം ഇല്ലാതാകാൻ കണ്ണടച്ചു തുറക്കുന്ന സമയം മതി. അതുകൊണ്ട് മറ്റു ദിക്കുകളിൽ പോയി കച്ചവടം നടത്തി കൂടുതൽ ധനം സമ്പാദിക്കണം. ഇതായിരുന്നു വർദ്ധമാനകന്റെ ചിന്ത. അങ്ങനെ ഒരിക്കൽ പുതിയ കച്ചവട സാധ്യതകൾ തേടി അകലെയുള്ള മഥുരാ നഗരത്തിലെത്തി വർദ്ധമാനകൻ അങ്ങോട്ട് യാത്ര തിരിച്ചു. 2 വെള്ളക്കാളകളെ പൂട്ടിയ വണ്ടിയിൽ നിറയെ കച്ചവട സാധനങ്ങളും ശേഖരിച്ചാണ് അയാൾ യാത്ര തിരിച്ചത്. ഇടതൂർന്ന വഴികളും ഗ്രാമപാതകളും നഗരവീതിയും പിന്നിട്ട് അവർ ഒരു കൊടും കാട്ടിൽ പ്രവേശിച്ചു. വൻമരങ്ങളും കാട്ടുവള്ളികളും പടർന്നു പന്തലിച്ച് കിടക്കുന്ന ആ വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു. ദുഷ്ടമൃഗങ്ങളുടെ ഭീതി ഉളവാക്കുന്ന അലർച്ചയും മുരൾച്ചയും കേട്ട് വെള്ളക്കാളകൾ നടുങ്ങി. വണ്ടിയിലെ കച്ചവട സാധനങ്ങളുടെ ഭാരം കാരണം അവ തളർന്നിരുന്നു. പെട്ടെന്ന് സഞ്ജീവകൻ എന്ന കാളയുടെ കാലുകൾ ഒരു ചെളിക്കുഴിയിൽ കൊണ്ടുപോയി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാലുകൾ അനക്കാൻ ആ സാധുമൃഗത്തിന് സാധിച്ചില്ല. അടുത്ത നിമിഷം ആ കാള കുഴഞ്ഞു വീണു. അതുകൊണ്ട് പരിഭ്രാന്തനായ വണ്ടിക്കാരൻ മുന്നിൽ സഞ്ചരിച്ചിരുന്ന വർദ്ധമാനകന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. കാളയുടെ അവസ്ഥ കണ്ടപ്പോൾ വർദ്ധമാനകന് വലിയ വിഷമമായി. യാത്ര മതിയാക്കി കാളയുടെ ആരോഗ്യം തിരിച്ചു കിട്ടുമോ എന്നറിയാനായി വർദ്ധമാനകനും കൂട്ടരും 4-5 ദിവസം അവിടെ തന്നെ തങ്ങി. ഓരോ ദിവസവും അസുഖം ഭേദമായോ എന്നറിയാൻ കാളയെ തൊട്ടു തലോടി വർദ്ധമാനകൻ നിൽക്കും. എന്നാൽ കാര്യമായ പുരോഗതി ഒന്നും കാളയുടെ ആരോഗ്യത്തിൽ കണ്ടില്ല. കച്ചവടത്തിനായി പോവുകയും വേണം, കാളയെ ഇങ്ങനെയിട്ട് പോകാനും മനസ്സ് വരുന്നില്ല. ധനികൻ ചിന്തിച്ചു. നിരാശയോടെ അദ്ദേഹം തന്റെ സേവകരോട് പറഞ്ഞു, കൂട്ടരെ, നമുക്ക് യാത്ര തുടരാം. നിങ്ങളിൽ 2 പേർ ആ കാളയ്ക്ക് കാവൽ നിൽക്കണം. അസുഖം ഭേദമായി എഴുന്നേൽക്കുന്നു എങ്കിൽ അതിനെയും കൂട്ടി എന്നെ പിന്തുടരുക. അല്ല, മരിക്കുകയാണെങ്കിൽ യഥാവിധി അതിനെ സംസ്കരിച്ച ശേഷം മടങ്ങി വരിക. കാളയ്ക്ക് തിന്നാനായി കുറച്ച് വൈക്കോലും സേവകരെ ഏൽപ്പിച്ചിട്ട് വർദ്ധമാനകൻ മധുരയിലേക്ക് യാത്ര തുടർന്നു. എന്നാൽ സേവകരോ, ദുഷ്ടമൃഗങ്ങളുള്ള കൊടും കാട്ടിൽ ഈ ചാകാറായ കാളയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ കളഞ്ഞ് കാവലിരിക്കണോ? നേരം വെളുത്താൽ ഉടൻ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. യജമാനനോട് കാള ചത്തുപോയി എന്ന് കളവും പറയാം. ഒരുവൻ പറഞ്ഞു. മറ്റേയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ അവർ വർദ്ധമാനകന്റെ അടുത്തെത്തി കാള ചത്തുപോയി എന്ന് കള്ളം പറഞ്ഞു. അയാൾ അത് കേട്ട് അതീവ ദുഃഖിതനായി. കുറെ കഴിഞ്ഞപ്പോൾ കൂട്ടരെയും കൊണ്ട് വീണ്ടും ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയി. സഞ്ജീവകൻ അതിനിടയിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു വിധത്തിൽ ചെളിയിൽ പൂണ്ട കാലുകൾ അവൻ വലിച്ചെടുത്ത് മുടന്തി മുടന്തി മുന്നോട്ട് നടന്നു. അടുത്ത് കണ്ട യമുനാ നദിയുടെ കരയിലെത്തി ആവോളം പുല്ല് തിന്നു.
നദിയിലിറങ്ങി വയറു നിറയെ വെള്ളവും കുടിച്ചു. ക്ഷീണം മാറിയ സഞ്ജീവകൻ ആ പരിസരമാകെ ഓടി നടന്നു. അന്നു മുതൽ മതിച്ചും മുക്രയിട്ടും അവൻ ആ കാട്ടിൽ യഥേഷ്ടം വിഹരിച്ചു. അവന്റെ കഴുത്തിൽ ഇപ്പോൾ നുകത്തിന്റെ ഭാരമില്ലാത്തതിനാൽ പൂർണ്ണ സ്വതന്ത്രനാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ കാട്ടിലെ രാജാവായ പിങ്കളൻ എന്ന സിംഹം വെള്ളം കുടിക്കാനായി യമുനയുടെ കരയിലെത്തി. അപ്പോഴാണ് അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം സിംഹം കേട്ടത്. കാതു തുളയ്ക്കുന്ന ആ ശബ്ദം കേട്ട് സിംഹം ഞെട്ടിവിറച്ചു. സഞ്ജീവകൻ മുക്രയിടുന്ന ശബ്ദമാണെന്ന് സിംഹത്തിന് മനസ്സിലായില്ല. മാത്രമല്ല, കാള എന്ന ജീവിയെ സിംഹം അന്നുവരെ കണ്ടിട്ടുമില്ല. ശബ്ദം ആരുടേതാണെന്നോ എവിടെ നിന്ന് വരുന്നെന്നോ അറിയാതെ സിംഹം അമ്പരന്ന് നിന്നു. പരിചിതമായ ശബ്ദം കേട്ട സിംഹത്തിന്റെ ഭയം വർദ്ധിച്ചു വന്നു. ഏതെങ്കിലും ഭീകരജീവിയുടെ ശബ്ദമാകും അത്. എവിടെ നിന്നെങ്കിലും ഈ കാട്ടിൽ എത്തിപ്പെട്ടതാവാം. ആരായിരിക്കും അത്? തന്റെ അന്ത്യം അവന്റെ കൈകൊണ്ട് തന്നെ സംഭവിക്കുമോ? ഇങ്ങനെ ചിന്തിച്ച് ധൈര്യമെല്ലാം ചോർന്ന പിങ്കളൻ ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് കൂനുകുത്തി ഇരിപ്പായി. പിങ്കളന് മന്ത്രിമാരായ 2 കുറുക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പുത്രന്മാരായിരുന്നു ദമനകനും കരടകനും. അവർ ഒരു ദിവസം ഒത്തുകൂടി രാജാവിന്റെ കാര്യം ചർച്ച ചെയ്തു. കരടക, നമ്മുടെ രാജാവിനെ എന്തോ ദുഃഖം അലട്ടുന്നുണ്ട്. പ്രതാപശാലിയായ അദ്ദേഹം ഒരിടത്ത് തന്നെ കൂനിക്കൂടിയിരിക്കുന്നത് കണ്ടില്ലേ? നമുക്കതിന്റെ കാര്യം അന്വേഷിച്ചാലോ? ദമനകൻ ചോദിച്ചു. കരടകൻ പറഞ്ഞു, വേണ്ട. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാനും അതിൽ ഇടപെടാനും പോകുന്നത്? അത് ആപത്തുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ചിലപ്പോൾ മരണം വിളിച്ചു വരുത്തുകയും ചെയ്യും. മരത്തടിക്കിടയിൽ കുടുങ്ങിപ്പോയ കുരങ്ങന്റെ കഥ കേട്ടിട്ടില്ലേ? ഇല്ല, അതെന്ത് കഥയാണ്? ദമനകൻ ചോദിച്ചു. അപ്പോൾ കരടകൻ ആ കഥ പറഞ്ഞു തുടങ്ങി.